നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെസ്സ് വരുമ്പോൾ, അപ്പോൾ നേരത്തെ വായുവിൻ്റെ ഇംബാലൻസാണ് നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് സാധനം പറയുമ്പോഴും ആദ്യത്തെ സിംറ്റം നമുക്ക് കിട്ടുന്നത് ശ്വാസം മുട്ടൽ. അപ്പോൾ അതിൻ്റെ ഒരു കോർ ഒരു ഫിലോസഫിയും ഈ ഒരു ഇതിനെ കുറിച്ചിട്ടാണ് അല്ലേ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രാണന്റെ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾക്ക് ആദ്യം നിലയ്ക്കുക, അല്ലെങ്കിൽ വേഗത കൂടുക, ഒരു വികാരാവേശം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഷോക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇവൻ സന്തോഷം വരുമ്പോൾ പോലും ശ്വാസത്തിലാണ്, വായുവിലാണ്, ചലനമാണ് ആദ്യം നമ്മളിൽ ഉണ്ടാവുന്നത്. നമ്മൾ തുള്ളിച്ചാടുക എന്നൊക്കെ നമ്മൾ പറയും. എന്ത് ഈ തുള്ളിച്ചാട്ടം? അത് ചലനമല്ലേ? ചലനത്തിൻ്റെ ഒരു ഹൈറ്റ് ആൻഡ് ഫോമാണ് തുള്ളിച്ചാട്ടം. ചിലപ്പോൾ അങ്ങനെ ഇരുന്ന് പോവുക, നിശ്ചലമാവുക, അതും ചലനമാണ്. ചലനമേ ഇല്ലാത്തതും ചലനമാണ്. അതും ഗവൺ ചെയ്യണത് വായുവാണ്. അതിൻ്റെ ഡിസിഷനാണ് വെദർ ടു മൂവ് ഓർ നോട്ട്, അല്ലേ? ഈ ഇമോഷണൽ പെയിൻസ് വരുമ്പോൾ സംഭവിക്കും. അതിപ്പോൾ നമ്മൾ അത് കണ്ണിന്ന് ഈ കണ്ണുനീര് വരും. അത് ആനന്ദം കൊണ്ടും വരും, ചിരിച്ചിട്ട് വരും, കരഞ്ഞിട്ടും വരും. രണ്ട് ഇമോഷൻസിനും അത് വരും. സന്തോഷം അതൊക്കെ വരും. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ. ചിലർക്ക് ശരീരം തണുക്കും, ചിലർക്ക് ശരീരം ചൂട് പിടിക്കും. ഇതൊക്കെ ഇമോഷൻസിനനുസരിച്ച് വരുന്നതിലൊക്കെ ഭൂതങ്ങളുടെ ബിഹേവിയർ വളരെയധികമാണ്. ചിലർക്ക് ചില അനുഭവങ്ങളുണ്ടാകുമ്പോൾ മനസ്സ് കൂടുതൽ വിശാലമാവും, ചിലർക്ക് മനസ്സ് ഇടുങ്ങും. ആകാശം കൂടുകയോ കുറയുകയോ ചെയ്യാം ഇന്നർ സ്പേസിൽ, അല്ലേ? ചില അനുഭവങ്ങൾ വരുമ്പോൾ സങ്കുചിതരാവും. എൻ്റെ അനുഭവം അങ്ങനെയാണ്, ഞാനതുകൊണ്ട് അങ്ങനെ ആയതെന്നൊക്കെ പറയും, അല്ലേ? എനിക്ക് അത്രയും വിശാല ഹൃദയമൊന്നുമില്ല, ഞാൻ യാഥാസ്ഥിതികനാണ് എന്നൊക്കെ ചില വാക്കുകൾ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ കാരണമുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു തറവാടിത്തം ഉള്ള ആളാണ്. നാടൻ ഭാഷയിലൊക്കെ പണ്ട് പറഞ്ഞത് എന്ത് ഈ തറവാടിത്തം, ഈ പൃഥ്വി എലമെൻ്റ് സ്റ്റെബിലിറ്റി ഉള്ള ആളാണ് ഈ തറവാടി എന്ന് പറയുന്നത്. അയാൾ മര്യാദക്കാരനാണ്, തറവാടിയാണ്. കാര്യം മറ്റേ അയാൾ മാന്യത വിട്ട് പെരുമാറില്ല. എന്ത് ഈ മാന്യത വിട്ട് പെരുമാറില്ല എന്ന് പറഞ്ഞു? ബിക്കോസ് ഹീസ് ഗ്രൗണ്ടഡ്. അയാൾ ഗ്രൗണ്ടഡ് ആണെന്നാണ് പറയണത്. അതാണ് ഈ പറയുന്നത്. ഈ ഗ്രൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അയാളുടെ പൃഥ്വി എലമെൻ്റ്, അയാളുടെ സ്ഥിരതയും അയാളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ സ്ട്രക്ചറും പെർഫെക്റ്റാണ്. അതുകൊണ്ട് അയാൾ മാന്യത വിട്ട് പെരുമാറാത്തത്. അതുകൊണ്ടാണ് അയാൾ തറവാടിത്തത്തോട് കൂടി ഇൻ കോട്ട്സ് പെരുമാറുന്നത് എന്ന് സംഭവിക്കുന്നത്. അമിതാവേശം, അഗ്നിയുടെയും വായുവിൻ്റെയും മിക്സത്. ദേഷ്യത്തിലും വരും അമിത കോപം. പിന്നെ ഇവരൊന്നും ഒറ്റയ്ക്കല്ല കളി വരണേ. ഇവരെല്ലാവരും പല കോമ്പിനേഷൻസിലാണ് ശരീരത്തിൽ ഇത് കയറി ഇറങ്ങിയിട്ട് ഇരിക്കുക. മനസ്സിലായില്ലേ? അത് നമ്മളെ ഡെയിലി ലൈഫിൽ അത് വരുന്നത് അങ്ങനെയാണ്. ഡെയിലി ലൈഫിൽ ഇതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയത്. ദേഷ്യം വരുമ്പോൾ അത് ചൂട് കൂടുന്നതും. അപ്പം പക്ഷെ സന്തോഷം വരുമ്പോഴും നമുക്ക് ആ ഒരു ഇത് വരാറില്ലേ? അതുണ്ട്. നമ്മൾ സന്തോഷം വരുന്ന എന്താ പറയുക, ഈ ആവേശം ഇത് ചെയ്യുന്നത്, അമിതാവേശം വരുന്ന സമയത്തും വായു പ്രാണൻ വളരെയധികം ഊർധ്വഗതിയോ മേലോട്ടേക്ക് വരികയുള്ളൂ. സന്തോഷം കൊണ്ടല്ലേ സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ എന്താ പറയുക, അതിനൊരു രൗദ്രത ഉണ്ടെങ്കിൽ, ഒരു അരമുണ്ടെങ്കിൽ അഗ്നിയും കൂടെ ചേർന്നിട്ടാണ്. അത് കുളിർമയുണ്ടെങ്കിൽ ജലത്തോടെ ചേർന്നിട്ടാണ്. ഇപ്പം ജലം വേറൊരു സംഭവമുണ്ട്, ജലത്തിൽ വേറൊരു സാധനമുണ്ട്. ഞാനിപ്പോൾ അതാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ തട്ടും തടവും മുഴുവനൊന്നും പറയാനും പറ്റില്ല, ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ആൾക്കാർക്ക്. ചിലവർക്ക് ജലത്തിൻ്റെ പ്രശ്നമായിട്ട് പറയും. നേരെ മറിച്ച് ഒരാൾ നന്നായിട്ട് എലഖൻ്റായിട്ട് സംസാരിച്ച് എന്താ മലയാളത്തിൽ പറയുക, നല്ല ഒഴുക്കുള്ള സംസാരം എന്നാണ് പറയുക. നല്ല ഒഴുക്കുള്ള സംസാരം, ഫ്ലുവൻറ്റ് എന്ന് പറയും, അല്ലേ? ആകാശവും വായുവും അഗ്നിയും ഒരേപോലെ, അല്ലെങ്കിൽ പൃഥ്വിയും അതേപോലെ ജലവും ഒക്കെ കുഴപ്പത്തിൽ പോയാൽ ഡിപ്രഷൻ വരും. ഹൈ ഡിപ്രഷൻ സിക്നസ്. ഈ ഡിപ്രഷൻ സിക്നസ് ഉള്ളവരുടെ മൈൻഡ് ഭയങ്കര കുഴപ്പമായിരിക്കും. അത് അവരുടെ പഞ്ചഭൂതങ്ങൾ, പ്രാണശക്തി ചുരുങ്ങും. പൊതുവിൽ ഒരു മനുഷ്യൻ്റെ പ്രാണശക്തി അവൻ്റെ ശരീരത്തിനെ വിട്ടിട്ട് അവൻ്റെ ഓറ നിൽക്കുന്നുണ്ട്, പ്രാണചൈതന്യം. ഈ പ്രാണചൈതന്യം ശരീരത്തിനോട് അടുക്കും തോറും നമുക്ക് സർവൈവ് ചെയ്യാനോ ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹം കുറയും. ആത്മഹത്യ ചെയ്യണവൻ്റെയോ ചെയ്യാനുള്ള പ്രവണതയുള്ളവൻ്റെയോ പ്രാണൻ ശരീരം നമ്മുടെ സ്ഥൂല ശരീരത്തിനെക്കാട്ടിലും ചെറുതായിരിക്കും. ഓറ വിൽ ബി ഇൻസൈഡ് ദ ബോഡി.
അത് ഔട്ട്സൈഡ് ആയിരിക്കില്ല. ഇതിന് കാരണം പഞ്ചഭൂതങ്ങളാണ്. ഇതിൻ്റെ കോറിൽ പഞ്ചഭൂതങ്ങളുടെ ഇംബാലൻസാണ് കാരണം. നേരെ മറിച്ച് നമ്മൾ പറയില്ല, ഒരാൾ മുറിയിൽ വരും, എന്തായുള്ള പേഴ്സണാലിറ്റി, അയാൾ ചെറിയ ആളൊക്കെ ആയിരിക്കും, അയാൾ ആ റൂമിലേക്ക് കയറി വരുമ്പോഴേ അതങ്ങോട്ട് നിറയും. പ്രസൻസ് എന്ന് പറയും നമ്മൾ. ഈ പ്രസൻസ് എന്ന് പറയുന്നത് ഈ പ്രാണൻ്റെ ശരീരത്തിൻ്റെ വ്യാപ്തിയാണ്. ഒരു വ്യക്തി ചിലപ്പോൾ ചെറിയ ആളാണെങ്കിൽ അയാളുടെ പ്രാണശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള വിസ്താരം ഉണ്ടാവും. അത് ഈ പഞ്ചഭൂതങ്ങളുടെ ഒരു പ്രോപ്പർട്ടി. അത് ശരിക്കും അതയാളുടെ സാധന കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഓറ പോലും, ഓറയുടെ സ്ട്രെങ്ത് പോലും അയാളിലുള്ള ആ വ്യക്തിയുള്ള പഞ്ചഭൂതങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ്. അത് ബോഡിയുടെ തലത്തിലേക്ക് ചെറുതാവാൻ തുടങ്ങും തോറും, ഇത്രയേ ഉള്ളൂ ആവും തോറും നമുക്ക് ടെൻഷൻ, ഡിപ്രഷൻ കൂടി നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആ സൈസിൻ്റെ ഉള്ളിലേക്കായിട്ട് അത് ചുരുങ്ങി വരുമ്പോൾ പീപ്പിൾ ട്രൈ ടു കിൽ ദംസെൽവ്സ്. മരിക്കാനുള്ള ടെൻഡൻസി കൂടാൻ തുടങ്ങും. പ്രാണശക്തിയുടെ ഡിപ്ലീഷനാണ് അതിന് കാരണം. അതുകൊണ്ട് ശരിക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളവരിൽ പ്രാണശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കുക വേണ്ട. അതിന് ഓറിയൻറ്റേഷൻ ഇല്ലാത്ത കൗൺസിലിംഗ് കൊണ്ടോ അല്ലെങ്കിൽ മെഡിക്കേഷൻ കൊണ്ടോ ഇന്നീ കൊടുക്കുന്ന ഡ്രഗ്സ് കൊണ്ടോ ഒന്നും കാര്യമില്ല. പലപ്പോഴും അവർ കൂടുതൽ മറ്റസുഖങ്ങൾ അവർക്ക് വരുന്നല്ലാതെ കാര്യമില്ല. പ്രാണൻ്റെ ബലം കൂട്ടി കൊടുക്കണം. ഈവൻ ക്ഷേത്രങ്ങളിൽ പോലും പണ്ട് ഇപ്പോൾ ശാക്തേയത്തിൽ എന്തിനാണ് ബലി? എന്തിനാ ബലി കൊടുക്കണം? ഈവൻ സാധാരണ ശീവേലിയിലെ ബലി തൂവുന്നത് പ്രാണൻ വർദ്ധിപ്പിക്കാനാണ്. ദേവതയുടെ പ്രാണൻ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് പഞ്ചഭൂതങ്ങളുടെ കോമ്പിനേഷൻസിൽ കൂടെ. അതാണ് ഈ പൂജ. പ്രാണൻ വർദ്ധിപ്പിക്കലാണ് എല്ലാവരുടെയും ചെയ്യുന്നത്. എല്ലാവരിലും പ്രാണം വർദ്ധിപ്പിക്കണം. ദേവതയുടെ പാർശ്വതാദികൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് നമ്മൾ പറയണമെന്നുള്ളൂ. ആത്യന്തികമായിട്ട് ആ എൻറ്റയർ ക്ഷേത്രം എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻറ്റിലും പോയിട്ട് അതിൻ്റെ പ്രാണനെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രാണൻ വർദ്ധിപ്പിക്കുന്ന വിദ്യ ഈ ഭൂതങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്. നമ്മുടെ കയ്യിലും പ്രാണൻ വർദ്ധിപ്പിക്കുന്ന വിദ്യ തന്നെയാണ്. നമ്മൾ സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോഴും മെഡിസിൻ കഴിക്കുമ്പോഴും രോഗം എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ എന്തിൻ്റെയൊക്കെ ഇംബാലൻസ് കൊണ്ട് വരണമാണ് നമ്മൾ പഠിച്ചു. നാച്ചുറലി ഔഷധം എന്തായിരിക്കണം? ഈ ഇംബാലൻസ് മാറ്റാനുള്ള വസ്തുക്കളായിരിക്കണം. അതാണല്ലോ മരുന്ന്. നമ്മുടെ രോഗങ്ങളുണ്ടാകുന്ന പഞ്ചഭൂതങ്ങളുടെ ഇംബാലൻസ് കൊണ്ടാണെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ ഇംബാലൻസ് മാറ്റുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഔഷധമെന്ന് അല്ലെങ്കിൽ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. പ്രിവെൻറ്റീവായിട്ടാണെങ്കിൽ അത് സപ്ലിമെൻറ്റ്, ക്യൂറേറ്റീവായിട്ടാണെങ്കിൽ അത് മെഡിസിൻ. അതാണ് വ്യത്യാസം അല്ലേ? നമ്മൾക്കിപ്പോൾ ജലദോഷം വരാതിരിക്കാൻ കഴിയുന്ന ഇൻഫെക്ഷൻസ് വരുമ്പോൾ വിറ്റമിൻ സി കഴിക്കണമെന്ന് വിചാരിക്കുക, അപ്പോൾ അത് സപ്ലിമെൻ്റാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൻറ്റി ഓക്സിഡൻറ്റോ അങ്ങനെ വാട്ടവർ ഞാൻ പറഞ്ഞു ഒരു ഇമ്മ്യൂണിറ്റിയുടെ വർദ്ധിപ്പിക്കണം എന്തെങ്കിലുമൊക്കെ ആവാം. നേരെ നമ്മൾ സെട്രിസിനോ അത് വല്ലതും കോൾഡ് വന്നിട്ട് കഴിക്കുമ്പോൾ അത് മരുന്നായി. അതിന് മുമ്പ് കഴിക്കുമ്പോൾ അത് ഒരു സപ്ലിമെൻ്റാണ് എന്ന് പറയണത്. എന്ത് രൂപത്തിൽ നിന്നാലും അത് പഞ്ചഭൂതങ്ങളെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഡ്രൈ ആവുന്നതിനെ സ്നിഗ്ധതയുള്ളതാക്കണു. ഇപ്പോൾ തൊലി വരണ്ടു പോകണു, അതിന് നമ്മളൊരു സപ്ലിമെൻറ്റ് കഴിക്കണം. വിറ്റമിൻ ഇ തേക്കുന്നു അല്ലെങ്കിൽ വാട്ടവർ. അപ്പോൾ എന്താ ആ വിറ്റമിൻ അവിടെ ചെയ്യണത്? അതിൽ ജലതത്വത്തിൻ്റെ ഇല്ലായ്മയെ പരിഹരിക്കുന്നു, ഹൈഡ്രേറ്റ് ചെയ്യുന്നു. മോയ്സ്ചർ നമ്മൾ ക്രീം തേക്കണം എന്താ? ഇതേമാതിരി ജലതത്വത്തിൻ്റെ പരിമിതിയെ, വായുതത്വം വർദ്ധിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഡ്രൈനെസ്. വായുവാണല്ലോ ഉണക്കുന്നത്. അപ്പോൾ നീറാൻ തുടങ്ങും. നീറുമ്പോൾ നീറ്റൽ അഗ്നിതത്വമാണ്. അത് അനുഭവിക്കുന്ന എവിടെയാണ്? പൃഥ്വിതത്വമാകുന്ന മാംസത്തിലാണ് അല്ലേ? ഇതിൻ്റെ മുഴുവൻ പ്ലേ ഗ്രൗണ്ട് ആകാശതത്വമാണ്. അപ്പോൾ അവിടെ കുഴപ്പം വന്നത് എന്താ? ജലതത്വത്തിൽ ഇംബാലൻസ് വന്നതുകൊണ്ട് വായുതത്വം വർദ്ധിക്കുകയും ഉണക്കം വരികയും അഗ്നിതത്വമാകുന്ന നീറ്റൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ട് പൃഥ്വിതത്വമാകുന്ന മാംസം അത് അനുഭവിക്കുന്നു. അത് അനുഭവിപ്പിക്കുന്നത് വായുതത്വമാകുന്ന നാഡിയുടെ സ്പന്ദനങ്ങൾ ബ്രെയിനിൽ പോയിട്ട് അത് വേദനയായിട്ട് നീറ്റമായിട്ട് നമ്മൾ അറിയണു. മൊത്തം ഇതാണ് സംഭവിക്കുന്നത്. എൻ്റെ മുഖത്ത് ചുളിവ് വരണു അല്ലെങ്കിൽ നീർണു പൊളിയണു എന്നുള്ളത് മനസ്സിലും വായുതത്വം ചലനങ്ങൾ ഉണ്ടാക്കിയിട്ട് വിഷമമാക്കി മാറ്റണം. നമ്മുടെ വിഷമം എൻ്റെ സൗന്ദര്യം ബാധിക്കണു, ചലനം മൈൻഡിൽ വന്നു അല്ലേ? അപ്പോൾ എത്ര തലത്തിലത് വർക്ക് ചെയ്യണു? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാണ്. അപ്പോൾ അതിൽ നമ്മളൊരു മോയ്സ്ചറൈസർ എടുത്തിട്ട് തേക്കുമ്പോൾ അവിടെ നമ്മൾ
ഡീഹൈഡ്രേഷൻ കളഞ്ഞ് അതിനെ ഹൈഡ്രേറ്റ് ചെയ്ത് അവിടെ മോയ്സ്ചറൈസ് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ അഗ്നിതത്വം ശമിക്കുകയും നീറ്റൽ കുറയുകയും പൃഥ്വിതത്വത്തിൽ വന്നിട്ടുള്ള ഡാമേജുകൾ, ആ തൊലിയിലും മാംസത്തിലും വന്ന ഡാമേജുകൾ കറക്റ്റ് ആവുകയും വായുതത്വം അധികരിച്ച് നിന്നത് കുറയുകയും ചെയ്യണം എന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മൾ ക്രീം ഇടുമ്പോൾ, ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇടുമ്പോൾ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം ഇടുമ്പോൾ ആലോചിക്കുക, ഈ തത്വം ആ തത്വം ഇങ്ങനെ എന്തിലും നമുക്ക് കിട്ടും. നമ്മുടെ ശരീരത്തിൽ ജലതത്വത്തിൽ വലിയൊരു ഇംബാലൻസ് കുറവ് വരുമ്പോൾ നമുക്ക് ദാഹിക്കും. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അത് ബാലൻസ് ആവണം. ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ ഓവറെ വെള്ളം കുടിച്ച ഫീലും വരണം അല്ലേ? അപ്പോൾ എവിടെയും അതാത് എലമെൻറ്റുകളുടെ ബാലൻസ് ഉണ്ട്. കൊടുന്തണുപ്പിലിരിക്കുമ്പോൾ അല്പം ചൂട് വേണമെന്ന് തോന്നും, വേനൽക്കാലത്ത് തണുപ്പ് വേണമെന്ന് തോന്നും അല്ലേ? പനി തന്നെ പല രണ്ടുണ്ട്, ശിവജ്വരം വിഷ്ണുജ്വരം എന്ന് പറയും. ശിവജ്വരം ചൂടാക്കുന്നതാണ്, നമുക്ക് വരുന്ന സാധാരണ പനി അതാണ്. വിഷ്ണുജ്വരം തണുപ്പാണ്, അത് കോച്ചി വലിപ്പിക്കും. ദേഹമൊക്കെ കോച്ചി വലിച്ച് പോകണതും പനിയാണ്, തണുത്തു പോവുക. പക്ഷേ ആൾക്കാരുടെ ദേഹം പൊട്ടുന്നതിന് അങ്ങോട്ട് ഐസ് മരിയാവും, അതും ജ്വരമാണ്. അത് ഈ അഗ്നിയുടെ ഇംബാലൻസാണ്. അതിന് അണ്ടർലൈങ് ആയിട്ട് വേറെ ഭൂതങ്ങളുടെ ഇംബാലൻസ് കാണും. മനസ്സിലായില്ലേ? ശരീരം ബാലൻസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, ഭൂതങ്ങളിൽ ബാലൻസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത്. അതാണ് ഹെൽത്ത്. ഇത് ആധ്യാത്മികതയിലും വർക്കാവും, ലൗകികതയിലും വർക്കാവും. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനുഭവം ഉണ്ട് എനിക്ക്. എൻ്റെ പാലക്കാട് പ്രദേശത്ത് ഒരു ആശ്രമം, അദ്ദേഹം ആ കാലത്ത് അങ്ങനെ ഒരു വലിയൊരു സെലിബ്രിറ്റി ആയിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ ക്രെഡിബിലിറ്റിയും നഷ്ടപ്പെട്ടു പോയി, ഒരു പരിഹാസപാത്രം പോലെയായി മാറി. ഈ അടുത്ത കാലത്തും അങ്ങനെ ഒരു കോൺട്രവേഴ്സിയിൽ വന്ന് പെടുകയൊക്കെ ചെയ്തിരുന്നു, ഒരു നടൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അവർ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഈ IASൻ്റെ ഒക്കെ ഒരു കോച്ചിങ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു എന്നറിയാമല്ലോ, കോളേജ് അധ്യാപകനും പ്രിൻസിപ്പളും ചരിത്ര അധ്യാപകനൊക്കെ ആയിരുന്നു. അച്ഛൻ അനവധി വർഷം IASൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് ബോർഡിലുണ്ടായിരുന്നു ഡൽഹിയിൽ. അതായത് ഹ്യൂമാനിറ്റീസ് പേപ്പറുകൾക്ക്, ഹിസ്റ്ററി, ജിയോഗ്രാഫി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾക്ക്, മെയിൻസിന് IASൻ്റെ മെയിൻസ് വിഷയങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിങ്ങിൻ്റെ ബോർഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആ പരിചയമുള്ളതുകൊണ്ട് ഇദ്ദേഹം അച്ഛനെ അവിടെ IAS ആസ്പിറൻസ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ, ആ ഗ്രാമപ്രദേശങ്ങളാണ്, അവരുടെ ഒരു വലിയ പ്രവർത്തന മേഖലയിൽ വന്ന് അപേക്ഷിച്ചു. അപ്പോൾ അച്ഛൻ അങ്ങനെ സ്പിരിച്വലായ ആളൊന്നുമല്ല. സ്പിരിച്വൽ ഞാൻ പറഞ്ഞ റിലീജിയസ് അല്ല, സ്പിരിച്വൽ. അച്ഛൻ വളരെ ശാന്തപ്രകൃതി, ആരും ഉപദ്രവിക്കാത്തൊരു വ്യക്തി. അച്ഛൻ റിട്ടയർ ചെയ്ത് വന്ന ഉടനെയാണ് ഇവിടെ കോളേജ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് അച്ഛൻ റിട്ടയർ ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് വന്നിട്ടൊരു ആഴ്ചയുടെ അത് ഉണ്ടായത്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ അച്ഛൻ പഠിപ്പിക്കാൻ പോയി. അവിടെ ചെന്ന് അച്ഛൻ അവരുടെ ഒരു സെൻറ്ററൊക്കെ സെറ്റപ്പ് ചെയ്തു, വേറെയും പഠിപ്പിക്കാൻ കുറേ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു, അവിടെ ഒരു വിചിത്ര മനുഷ്യൻ വന്നിട്ടുണ്ട്, ഒരു ചൈനക്കാരനാണ് എന്ന് പറഞ്ഞു. അങ്ങേരുടെ പേരും പറഞ്ഞു. പേര് കേട്ടാലേ നമുക്ക് പെട്ടെന്ന് കുട്ടികളൊക്കെ ചിരിക്കും, അങ്ങനത്തെ ഒരു ചൈനീസ് പേരാണ്. അപ്പോൾ എനിക്ക് അപ്പം തൊട്ടിട്ട് ഈ മനുഷ്യനെക്കുറിച്ച് എൻ്റെ മൈൻഡിലൊരു പിക്ചർ വരികയാണ്. ഞാനെന്താ പറഞ്ഞു വെച്ചാൽ, എനിക്ക് പഞ്ചഭൂതങ്ങൾ എന്താന്ന് പറഞ്ഞു തന്ന ഇൻസിഡൻ്റ് ഉണ്ടായത്, ഓരോ കഥ പറഞ്ഞ വഴി നോക്കൂ. അങ്ങനെ അച്ഛൻ ഒരു ദിവസം വന്നിട്ട് ഭയങ്കര ചിരി വീട്ടിൽ വന്നിട്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഈ അവിടുത്തെ ആചാര്യൻ്റെ പിറന്നാൾ വന്നു. അപ്പോൾ ഇവിടെ IASൻ്റെ പരീക്ഷാക്കാലത്തിനോട് അടുക്കുമ്പോൾ ഇൻറ്റൻസായിട്ട് കുട്ടികളെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിലിംസിന്. പക്ഷേ അവിടെ ഓഡിയൻസിനെ, ആൾക്കാരെ, കാണികളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളെ മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു, ആശ്രമത്തിലേക്ക് കസേരകൾ നിറയ്ക്കാൻ. അച്ഛനത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അച്ഛൻ അങ്ങനെ മനസ്സോടെ കുട്ടികളെയും മറ്റ് അധ്യാപകരെയും കൂട്ടിയിട്ട് ഇവരുടെ ഈ ആശ്രമത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആചാര്യനെ പുകഴ്ത്തണം എല്ലാവരും പ്രസംഗത്തിൽ. ബർത്ത്ഡേ പ്രസംഗമാണ്. അച്ഛൻ്റെ ഊഴത്തിന് തൊട്ട് മുന്നേ ഈ ചൈനക്കാരനായിട്ടുള്ള ആളെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിനെ കുറിച്ചാണ് പറയണത്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അതായിരുന്നു അയാളുടെ പ്രസംഗം. എല്ലാവരും ചിരിച്ചു. ഈ വലിയ മഹാബുദ്ധിമാന്മാരും മഹാത്മാക്കളും അതിവിചിത്രമായിട്ട് ബിഹേവ് ചെയ്യും.
പിന്നെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു, ഇയാൾ ആ ആശ്രമത്തിലേക്ക് ഈ അരി, നെല്ല്, ധാന്യങ്ങളൊക്കെ ചാക്ക് കണക്കിനാണ് വരിക, ഓരോരുത്തർ ഡൊണേറ്റ് ചെയ്യണയൊക്കെ. ഈ ലോഡിങ് തൊഴിലാളികളുള്ളപ്പോൾ ഇയാൾ പോയിട്ട് ഈ ചാക്ക് തോളത്തെടുത്തിട്ട് ഇതൊക്കെ കലവറ കൊണ്ട് വയ്ക്കുന്നു. ഒരു ദിവസം അച്ഛൻ കണ്ടുപിടിച്ചു ഇയാൾ സയൻറ്റിസ്റ്റായിരുന്നു ബീജിങ്ങിൽ. ഇയാൾ സാധനാമാർഗത്തിൽ കുറേ മുന്നേറിയപ്പോൾ വന്നതാണ്. അത് ഇതുവരെയാണ് എനിക്കറിയാം അച്ഛൻ പറഞ്ഞിട്ട്. അച്ഛൻ പിന്നീട് വൈകാണ്ട് അവരുടെയൊക്കെ കയ്യിലിരിപ്പോണ്ട് അച്ഛൻ അവിടുന്ന് പോകുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാണ്ടായി. അതൊക്കെ കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ പരിചയത്തിലൊരു സുഹൃത്ത് എന്നോട് പറയാണ്, ഈ സോക്കോൾഡ് മനുഷ്യൻ ഇന്ന സ്ഥലത്ത് പാലക്കാട് വന്നിരിക്കുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ കാണാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ ആരെങ്ങോരോ ചോദിച്ചു. ഇന്ന സ്ഥലത്തുണ്ടായിരുന്നു. അയാളെന്നെ. ഞാൻ അവിടെ ചെന്നു. ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അവിടെ ചെന്നു. അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഒരു സാധാരണ ചൈനക്കാരൻ, ഒരു പണ്ടത്തെ ഒരു പാൻറ്റ്, ഒരു ഫുൾ ഷർട്ട്, കണ്ട ഒരു പ്രത്യേകതയില്ലാത്തൊരു മനുഷ്യൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇയാളാണത്. അപ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ പണ്ട് പറഞ്ഞ് ഇയാൾ ഹാപ്പി ബർത്ത്ഡേ ടു യു പാടിയത് ഓർമ്മ പോകുന്നു. എനിക്ക് ചിരിയും വന്നു. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഷെയ്ക്ക് ഹാൻഡൊക്കെ ചെയ്തു. അത് ഇരിക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ആ റൂമിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് പുറത്ത് പോകുമെന്ന് പറയുന്നത്. അവർ വേഗം അനുസരിച്ചു. വാതിലടയ്ക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇയാളെന്ത്. എന്നിട്ട് മൂപ്പർ പെട്ടെന്ന് എൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് പറഞ്ഞു, നിൻ്റെ ശരീരത്തിൽ ഇന്ന ഭൂതത്തിൻ്റെ ഇംബാലൻസ് ഉണ്ട്, നിനക്ക് ഇന്നിന്ന അനുഭവങ്ങൾ ഇട്ടുണ്ടാവുന്നില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട്. അതിൻ്റെ വഴി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഉപദേശിച്ചത് കാളിയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥ കാളി ദേവിയാണ്. അദ്ദേഹം കാളിയെ കാണുന്ന ആളാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഈ സാധാരണ പഴയ പാൻറ് തൊട്ട് ഫുൾ ഷർട്ട് തൊട്ട് നടക്കുന്ന ആളല്ല. എന്നിട്ട് അദ്ദേഹം എനിക്ക് പഞ്ചഭൂതങ്ങളുടെ കുറേ താന്ത്രിക വശങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് അമ്മയാണ്. അയാൾ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളല്ല. അയാൾ ഇന്ത്യയിൽ വന്നിട്ടുമില്ല ഈ ജന്മത്തിൽ, ഇപ്പോൾ വരണത് വരെ. അയാൾക്ക് ചൈനയിൽ, അയാൾ ബീജിങ്ങിൻ്റെ അടുത്തുള്ളൊരു ടൗണിലാണ് അയാൾ ജനിച്ചിരുന്നത്. അയാൾക്ക് ചെറുപ്പം തൊട്ടിട്ട് അയാൾക്ക് കാളിയുടെ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അയാൾ ആക്ച്വലി ഒരു ന്യൂക്ലിയർ ഫിസിസിസ്റ്റാണ്. ചൈനീസ് ഗവൺമെൻറ്റിലായിരുന്നു. അയാൾ അതിന് വിട്ടിട്ട് കുറേ കാലം മലേഷ്യയിൽ പോയി. പിന്നെ അയാൾ ഇന്തോനേഷ്യയിൽ അലഞ്ഞു നടന്നു. അവിടെ നിന്ന് തിരിച്ച് അയാൾ ഇന്ത്യയിൽ വന്നു. അയാൾ പോവാത്ത സ്ഥലം പെറു, അവിടെ ഇവിടെ ഒക്കെ പോയിട്ടുണ്ട്. അസാധ്യ സാധനമാണ്. ക്രിയായോഗിയാണ് അയാൾ. ബാബയുടെ സമ്പ്രദായത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ്. ക്രിയായോഗിയാണ് മൂപ്പർ. അത് കഴിഞ്ഞിട്ട് മൂപ്പർ എൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ജലതത്വത്തിനൊരു ഇംബാലൻസ് ഉണ്ടായിരുന്ന സമയത്ത് അതെങ്ങനെയാണ് മാറിയതെന്ന് പറഞ്ഞു തന്നു. ഷാങ്ഹായിലൊരു റെസ്റ്റോറൻറ്റിൽ അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഉച്ചയ്ക്ക്. പൊടുന്നതിന് ഓപ്പോസിറ്റ് ടേബിളിൽ ഒരാൾ വന്നിരുന്നു. അയാളുടെ കണ്ണുകൾക്കൊരു വിചിത്രമായിട്ടുള്ളൊരു ഐറിസായിരുന്നു. കറുത്ത് മെലിഞ്ഞ് നീണ്ട ഒരാൾ. സ്വയം പരിചയപ്പെടുത്തി അയാളൊരു സർപ്പാണ്. എന്നിട്ട് കുടിക്കണ വെള്ളം ഇയാളുടെ ഗ്ലാസ് തരാൻ പറഞ്ഞു, വെള്ളത്തിൻ്റെ ടംബ്ലർ. അപ്പോൾ ടംബ്ലർ അയാൾ തന്നെ വലിച്ചെടുത്തിച്ച് വിരലിനെ ആ വെള്ളത്തിലിട്ടു. ഇങ്ങനെ ഒന്നിങ്ങനെ ആക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് സർപ്പക്കുഞ്ഞ് വന്നു. വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒരു പാമ്പിൻ്റെ കുട്ടി. അതിനെ വിരലുകൊണ്ട് കലക്കിയപ്പോൾ അത് അലിഞ്ഞു പോയി വെള്ളത്തിൽ. എന്നിട്ട് ഇയാളോട് പറഞ്ഞ് കുടിക്കുന്നു. ഇയാളത് കുടിച്ചു. ഇയാൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അയാളത് കുടിച്ചു കഴിഞ്ഞു. കുടിച്ചതിന് ശേഷം അയാൾക്ക് പിന്നെ ധ്യാനത്തിൽ ആ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഇയാൾ എണീച്ച് പോവുകയും ചെയ്തു. അയാളുടെ ഇങ്ങനൊരു കഥ ഇയാൾ പറഞ്ഞു. എനിക്ക് ടെൻഷനാവാൻ തുടങ്ങി. എനിക്കന്ന് 10, 18, 20 വയസ്സേ ഉള്ളൂ. ടെൻഷനായി. എനിക്ക് ഭയങ്കര ടെൻഷനായി. എനിക്കോട് ഞാൻ ഇയാളെ കാണുന്നപ്പോഴാണ് ഡിഗ്രിക്ക് ശേഷം, അച്ഛൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ്, ഡിഗ്രിക്ക് ശേഷമാണ് എനിക്ക് ടെൻഷൻ. ഇയാൾ എന്താ പറയാൻ പോണത്. ഇയാൾ പക്ഷേ എനിക്കൊന്നും കലയ്ക്കൊന്നും തന്നില്ല. ഇയാൾ എന്നെ ഒരു മുദ്ര പഠിപ്പിച്ചു. എപ്പോഴൊക്കെ ഏത് എലമെൻറ്റ് പ്രശ്നം വന്നാലും ഈ മുദ്ര പിടിച്ചാൽ മതി, 5ഉം സ്റ്റെബിലൈസ് ആയിക്കോളും പറഞ്ഞു. വളരെ ലളിതമായിട്ടൊരു മുദ്ര. ഇത് ഉപദേശമാണ്. ഇത് അമ്മ എനിക്ക് ഉപദേശിച്ചാണ്, ഞാൻ നിനക്ക് ഉപദേശിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ ഗുരുക്കന്മാരുടെ ഒരാളാണ്. അപ്പം പല ആൾക്കാർ അന്വേഷിച്ച് നടക്കേണ്ട എൻ്റെ ഗുരു ആരാന്ന്. അപ്പോൾ ഇപ്പം പറഞ്ഞാൽ ഞാൻ ഒരു ഗുരു ഒരു ചൈനക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥ അമ്മയായതുകൊണ്ട് എൻ്റെ ഒരു പരമഗുരു, എൻ്റെ ഓരോ ഗുരുക്കന്മാരുടെയും പരമഗുരുക്കളുണ്ട്. എൻ്റെ ഒരു പരമഗുരു എന്തായാലും ശ്രീഭദ്രകാളിയാണ്. യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥ
ഗുരുനാഥ എന്ന് പറയുന്നത് അമ്മയാണെന്നാണ്. അപ്പോൾ എനിക്ക് ആകെ അദ്ദേഹം ഉപദേശിച്ച ആ ഒരൊറ്റ മുദ്രയാണ്. അത് എനിക്ക് ക്രിയായോഗം ഉപദേശിച്ചില്ല, ശ്വാസക്രിയ ഉപദേശിച്ചില്ല, മന്ത്രം ഉപദേശിച്ചില്ല, ഒന്നും ഉപദേശിച്ചില്ല. ഒരു മുദ്ര പഠിപ്പിച്ചു തന്നു. അത് എനിക്ക് എന്ത് കിട്ടില്ല. അങ്ങേരെ എന്നെ നേരാക്കിയിട്ടേ വിട്ടുള്ളൂ. ഇപ്പം ഞാൻ തമാശയ്ക്ക് പറയും, ഞാൻ കുട്ടികളെ കളിപ്പിക്കാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കാൻ പറയും. അതെങ്ങനെയാന്ന് ചോദിക്കാം, കുട്ടികൾ കടന്ന് കഷ്ടപ്പെടും. അതുപോലൊരു മുദ്രയത്. ഞാൻ പറഞ്ഞത് 2 കൈകളും ഉപയോഗിക്കണം. നമുക്ക് ആ കിട്ടണത് വരെ, ആ ലോക്ക് കിട്ടുന്നത് വരെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടും. കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. മുദ്ര പിടിക്കാൻ മാത്രമല്ല, ആ മുദ്ര ആക്ടിവേറ്റ് ചെയ്യണം. ഏത് മുദ്രയും ആക്ടിവേറ്റ് ചെയ്യണം. വെറുതെ മുദ്ര പിടിച്ചുകൊണ്ടിരുന്നിട്ട് ചില ആൾക്കാർ വെറുതെ ഈ മുദ്ര പിടിക്കൂ, നിങ്ങൾക്ക് ഇത് കിട്ടും അത് കിട്ടും, അതുകൊണ്ട് കാര്യമില്ല. മുദ്ര ആക്ടിവേറ്റ് ചെയ്യണം. മുദ്ര ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ശ്വാസം വർക്ക് ചെയ്യണം, ആജ്ഞാചക്രം വർക്ക് ചെയ്യണം. ഇത് 3ഉം ഒന്നിച്ച് ചേരുമ്പോഴേ മുദ്ര ആക്ടിവേറ്റ് ആവുള്ളൂ. ആ ആക്ടിവേറ്റ് ചെയ്യാനുള്ള വിദ്യ അദ്ദേഹം പറഞ്ഞു തന്നു. മാത്രമല്ല ഏത് മുദ്രയെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള വഴി പറഞ്ഞു. അതുകൊണ്ട് ആ മുദ്രയാണ് അദ്ദേഹം എന്നെ ഉപദേശിച്ചത്. എന്നിട്ട് എന്നോട് ലാസ്റ്റ് പറഞ്ഞ എന്താ അറിയോ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരണത്. ഞാൻ ഇന്നലെ രാത്രി വന്നു, ഇന്ന് രാത്രി പോവും, ഞാൻ നിന്നെ കാണാൻ വന്നതാണ്. അയാൾ എന്നെ കാണാൻ വരണമെന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് അയാളെ അറിയില്ല. അയാൾ ഇച്ഛിക്കണു, അയാൾ അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയണ്, ഞാൻ നിൻ്റെ അച്ഛനെ മുന്നേ പരിചയമുണ്ടെന്ന്. ഞാൻ അത്രയും നേരം മിണ്ടിയിട്ട് പോലുമില്ല, ഞാൻ ഇന്നാളുടെ മകനാണ്, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു വിചിത്ര അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ മനുഷ്യൻ എന്നാണ് അദ്ദേഹം. കുറേ കാലം മലേഷ്യയിലുണ്ടായിരുന്നു, ഇമെയിലിൽ ബന്ധമുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ എവിടെയാണെന്നല്ല, ഈ ജസ്റ്റ് ഡിസപ്പിയർഡ്. എവിടെ പോയെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു. ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കില്ലായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുള്ള ഇയാളെക്കുറിച്ച്. ഞാൻ ആ ഒരൊറ്റ തവണ അദ്ദേഹത്തിന് കണ്ട്. അദ്ദേഹമാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചതും പഞ്ചഭൂതങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നു. അന്ന് ഞാൻ അങ്ങേരുടെ കൂടെ ചിലവഴിച്ച ഒരു 2.5-3 മണിക്കൂർ. ഒരു ഉച്ചയ്ക്കൊരു 2 മണിയോടെയാണ് ഞാൻ അവിടെ ചെല്ലണത്. വൈകിട്ട് ഒരു 5-5:30 മണിക്കാണ് ഞാൻ പോരണത്. ആൻഡ് ഹി ചേഞ്ച് മൈ പെർസ്പെക്റ്റീവ് ഓൺ വാട്ട് പഞ്ചഭൂതംസ് ആർ. പഞ്ചഭൂതങ്ങൾക്ക് ഇത്ര പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഇതാണ് എല്ലാം, എല്ലാറ്റിൻ്റെ അടിസ്ഥാനമായിട്ട് ഈ കാണാവുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ, നമ്മൾ അനുഭവിച്ചറിയുന്ന പ്രപഞ്ചത്തിൽ ഈ പഞ്ചഭൂതങ്ങളുടെ കളി, ഈ 5 ഭൂതങ്ങളെ വെച്ചിട്ടാണ് ആ ഈശ്വരൻ ഇതിൻ്റെ മുഴുവൻ മെക്കാനിസം വർക്കൗട്ട് ചെയ്യണത്. അതുകൊണ്ട് അതിനെ അറിയൂ, അതിനോടാണ് നമ്മുടെ എല്ലാ വിധേയത്വവും. അതറിഞ്ഞു കഴിഞ്ഞാൽ സകലതും വർക്കൗട്ടാവണം, മാർഗം കിട്ടും എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടായ വെച്ചാൽ, പിൽക്കാലത്ത് അത്യാവശ്യം മന്ത്രവും ഈ നോളജും ഉപയോഗിച്ചുകൊണ്ട് അത് കൂടെ വർക്ക് ചെയ്തിരുന്ന പല ആൾക്കാർക്കും അറിയാം. ഇപ്പോൾ ഒരു ഷൂട്ട് പോവാണ്, സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യണ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് മഴ, ആ മഴ ഒഴിവാക്കാനുള്ള വിദ്യകൾ പോലും സ്വായത്താക്കാൻ സാധിച്ചു. അതുകൊണ്ട് എന്താ, ചുറ്റും മഴ പെയ്യുന്നതും ലൊക്കേഷൻ നിൽക്കുന്നവിടെ മാത്രം മഴ പെയ്യാത്ത കണ്ട് കൺട്രോളർമാരും ക്യാമറമാരും അടക്കം എല്ലാവരും, ലൈറ്റ് ബോയ്സ് അടക്കം അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അന്ന് ഞാനിതൊന്നും തുറന്നു പറയില്ലായിരുന്നു. ഇന്നിപ്പോൾ എനിക്കിത് പറയാം. ഇതിൻ്റെ വിദ്യ അല്ലെങ്കിൽ ഇതിൻ്റെ സൂത്രധാരം എവിടെ നിന്നാണ് സംഭവിക്കണമെന്ന്. നമ്മുടെ വർക്ക് നടക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ പഞ്ചഭൂതങ്ങളോട് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. കാരണം എത്രയോ ജീവജാലങ്ങൾക്ക് കിട്ടേണ്ട വെള്ളമാണ് നമ്മൾ ആ സമയത്ത് ഇല്ലാണ്ടാക്കിയത്. അപ്പോൾ അതിന് പകരം ചെയ്തിട്ട് വേണം നമ്മൾ ആ പ്രദേശം വിട്ടുപോകാൻ. ചിലപ്പോൾ അവിടെ ഒരു ദിവസം കൂടെ എക്സ്ട്രാ മഴ പെയ്യുമായിരിക്കും. മനസ്സിലായില്ലേ? ഇത് പബ്ലിക് മീഡിയത്തിൽ നമുക്ക് പറയാവുന്ന വിഷയങ്ങൾ ഇതാണ്. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു കാര്യം അവനവൻ അനുഭവം ഇല്ലെങ്കിൽ അങ്ങനൊന്നും ഇല്ല എന്ന് പറയും. അവനവൻ്റെ അച്ഛനോ അമ്മയോ ശരിയല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ അച്ഛനമ്മമാരും മോശമാണ്. അവനവൻ്റെ ഭാര്യയോ ഭർത്താവോ ശരിയല്ലെങ്കിൽ ലോകത്തിലുള്ള സ്ത്രീയോ പുരുഷനോ ഒക്കെ പ്രശ്നമാണ്. അവനവൻ്റെ അനുഭവം വെച്ചിട്ടാണ് എല്ലാവരും ഓരോരോ ലോകത്തിനെ കാണുന്നത്. അവിടെ തന്നെ നമ്മൾ പരാജയപ്പെട്ടു. അത് മറികടക്കുമ്പോഴാണ് നമുക്ക് വിശാല വീക്ഷണം ഉണ്ടാവുക. വിശാല വീക്ഷണം ഉണ്ടാക്കി തരുന്നതിൽ വലിയൊരു പ്രാധാന്യമുണ്ട് പഞ്ചഭൂതങ്ങളെക്കുറിച്ചുള്ള നോളജിൽ. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നതാണ്, എന്താ പറയുക, ഭൂതങ്ങൾക്ക് മുദ്രയുണ്ട് കേട്ടോ. പഞ്ചഭൂതങ്ങൾക്കും 5 ഭൂതങ്ങൾക്കും മുദ്രയുണ്ട്. എന്തിനാ മുദ്ര? അത് നമ്മുടെ ശരീരത്തിൽ ആ മുദ്രയുടെ ബാലൻസ് കറക്റ്റ് ചെയ്യിക്കാനാണ്. അതേപോലെ തന്നെ പഞ്ചഭൂതങ്ങൾക്കും ശിവലിംഗങ്ങളുണ്ട്, പ്രതിഷ്ഠകളുണ്ട്. പഞ്ചഭൂത സ്ഥലങ്ങൾ, ചിദംബരം ആകാശത്തിന്, വായുവിന് ശ്രീകാലഹസ്തി, അഗ്നിക്ക് തിരുവണ്ണാമല, ജലത്തിന് തിരുവനൈക്കാവൽ, ജംബുകേശ്വരം, പൃഥ്വിക്ക് കാഞ്ചിയിൽ ഏകാംബരനാഥം.
എന്തിനാ ക്ഷേത്രങ്ങൾ വെച്ചിരിക്കുന്നത്? ആ ക്ഷേത്രങ്ങളിൽ ഈ ഇംബാലൻസ് ഉള്ളവൻ പോയി നിന്ന് കഴിഞ്ഞാൽ വെറുതെ നിന്നാൽ മതി, അവൻ ആ അന്തരീക്ഷത്തിൽ ചെന്നാൽ മതി, അത് കറക്റ്റാവും. അതിനുള്ള ഊർജ്ജത്തിനാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ യന്ത്രങ്ങളാണ്, പ്രോസസ്സിങ് സെൻറ്റേഴ്സാണ്, അല്ലെങ്കിൽ കറക്ഷൻ സെൻറ്റേഴ്സാണ്. എൻ്റെ ശിവൻ്റെ പഞ്ചഭൂത സ്ഥലങ്ങൾ പറഞ്ഞിട്ട് പ്രഭാഷണമുണ്ട് മമ്മിയൂർ നടന്നത് ഈ അടുത്ത കാലത്ത്. അത് സമയം പോരായിരുന്നു, എന്നാലും ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു തീർത്തു. തത്വം പറയാനധികം സമയം കിട്ടിയില്ല, ഐതിഹ്യങ്ങളും ജസ്റ്റ് ഒരു ചുരുക്കം പറഞ്ഞിട്ട് നിർത്തി. സർപ്പവും വായുവുമായിട്ട് വലിയ ബന്ധമുണ്ട്. സർപ്പം വായുഭക്ഷകനാണ്, വായുവിനെ ഭക്ഷിക്കുന്നവരാ പാമ്പുകൾ. അതുകൊണ്ട് രാഹുവും കേതുവായിട്ട് വലിയ ബന്ധമുണ്ട് അവിടെ. ഇതുമായിട്ട് വീണ്ടും ബന്ധമുള്ള ആളാണ് ശനി. ശനിയാണല്ലോ മന്ദതിയും ഇതും ഒക്കെ ഉണ്ടാക്കുന്നത്. ശനിക്ക് ജലവുമായിട്ടും ബന്ധമുണ്ട്. അതാണ് അപ്പുകളുടെ ദേവതകളുടെ മന്ത്രം ശനിയുടെ മന്ത്രമാവണത്. പഞ്ചഭൂതങ്ങളുടെ അപ്പിൻ്റെ ദേവതയുടെ മന്ത്രമാണ് ശനിയുടെ മന്ത്രമാവുന്നത്. ഈ സൂര്യനെ നോക്കിയിട്ട് സർപ്പങ്ങൾ രാവിലെ ഈ വായു ശ്വസിക്കുന്ന പോലെ പത്തി വിടർത്തി നിൽക്കുന്നൊരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അതും ഇതേപോലത്തെ പഞ്ചഭൂതങ്ങളുടെ ഇംബാലൻസ് തിരിച്ചറിയാൻ നൈസർഗികമായിട്ട് ജന്മനാൽ പ്രകൃതിയിൽ അനവധി ജീവികൾക്ക് കഴിവുണ്ട്. മനുഷ്യനും മനസ്സ് വെച്ചാൽ നടക്കും, മനുഷ്യനും കഴിവുണ്ട്, പക്ഷെ അത് ചെയ്യുന്നില്ല. ജീവികൾക്ക് എന്താ വെച്ചാൽ നമ്മളെ മാതിരി നാളെ എന്നോ ഇന്നലെ എന്നോ ഒന്നുമില്ല. അവർ ആ നൗവിലാണ് എപ്പോഴും ജീവിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മളെക്കാട്ടിലും വാസ്തവത്തിൽ അവർക്ക് മനസ്സടക്കമുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ ഒരു പ്രോബ്ലം വന്നാൽ തിരിച്ചറിയാൻ പറ്റും, ഇമ്മീഡിയറ്റ്ലി തിരിച്ചറിയാൻ പറ്റും. അല്ലാണ്ട് അവരെ ഇപ്പോൾ ആരും ഇന്നത് ഇപ്പം നായ്ക്കൾ വയറുവേദന വന്നു കഴിഞ്ഞാൽ പോയിട്ട് ചിലതരം പുല്ലുകളും ചെടിയൊക്കെ കടിക്കണമെന്നില്ലേ, അതെങ്ങനെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത്? പൂച്ചയും ഒക്കെ ഇത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ അത് അവരവരുടെ ശരീരത്തിൽ ഇംബാലൻസ് അറിയാനുള്ള കഴിവുണ്ട് അവർക്ക്. നമ്മൾക്ക് ഇവിടെ ഒരു കയ്യോ കാലോ കടച്ചിൽ വരിക, ഒരു മന്ദത വരിക, ഒരു തലവേദന വരിക പോലും പഞ്ചഭൂതങ്ങളുടെ കൺസെപ്റ്റിൽ കാഴ്ചപ്പാട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭൂതത്തിൻ്റെ പ്രശ്നമാണ്. ഈ 5 ഭൂതങ്ങളെയും ശുദ്ധിയാക്കി വെച്ചിട്ട് വേണം സാധനയിലേക്ക് പ്രവേശിക്കാൻ. അതിനെയാണ് ഭൂതശുദ്ധിക്രിയ പറയും. ഭൂതശുദ്ധിക്രിയ. ഭൂതശുദ്ധിക്രിയ യോഗവിദ്യയിൽ വളരെ വിശേഷമാണ്. അതിനൊരു തന്ത്രഗ്രന്ഥം തന്നെയുണ്ട്, ഭൂതശുദ്ധി തന്ത്രം എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥം തന്നെയുണ്ട്. ഈ 5 ഭൂതങ്ങളുടെയും ശുദ്ധിയെ ഉണ്ടാക്കാൻ ഓരോ ഭൂതത്തിനും എങ്ങനെ ശുദ്ധി, അത് മന്ത്രം കൊണ്ട്, ശ്വാസം കൊണ്ട്, യോഗാഭ്യാസം കൊണ്ട്, മുദ്ര കൊണ്ടൊക്കെ പല പല സ്കൂൾസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഭൂതശുദ്ധിക്രിയ കോഴ്സായിട്ട് വെക്കുന്നുണ്ട് ചില ആശ്രമങ്ങൾ. ആൻഡ് പീപ്പിൾ ആർ പേയിങ് ഫോർ ഇറ്റ് ഓൾസോ. എന്തിനാണ് ഇത് ചെയ്യണമെന്ന് പോലും അറിയാണ്ട്, അല്ലെങ്കിൽ ഇത് എപ്പോൾ ചെയ്യണം, എല്ലാ ദിവസവും തോന്നണ പോലെ ചെയ്യാനും പാടില്ല. അതിന് പർപ്പസ് ഉണ്ടാവണം. കാരണം നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫോമിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് ഊർജ്ജം ഉണ്ടാവും. ആ ഊർജ്ജത്തിനെ കണ്ടെയ്ൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഞാൻ ചിലപ്പോൾ പ്രഭാഷണങ്ങളിൽ ഞാൻ സാധാരണ പറയാറുള്ളത് വരി നമ്മൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അത് മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ പുറത്ത് വരുന്നത്. പക്ഷെ അത് ആ ട്രൂ പൊട്ടൻഷ്യൽ വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ബോഡി മേക്കും മൈൻഡ് മേക്കും അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയണം. അതാണ് ദേവന്മാരെ നമ്മൾ ആരാധിക്കുന്നതൊക്കെ ഈസിയാണ്. പക്ഷേ ഈശ്വരൻ ചോദിക്കുന്നുണ്ട്. അയ്യപ്പനോടാണെങ്കിൽ മുരുകൻ്റെ ആണെങ്കിൽ ഞാൻ പറയാറില്ലേ, ഐ ആം റെഡി ടു കം ബട്ട് ആർ യു റെഡി ടു റിസീവ് മീ എന്ന് ചോദിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയത്.